വിഷയം എല്ലാം തന്നെ പ്രമുഖർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ സമരം ചെയ്യുന്നത് കേവലം ഒരു 7% DA പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ മുടങ്ങി നിൽക്കുന്ന DA പ്രഖ്യാപിക്കാനോ മാത്രമല്ല. ഒരു DA പ്രഖ്യാപിക്കണമെങ്കിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ നമ്മൾ ഗവൺമെന്റും തൊഴിലാളി സംഘടനകളും മാനേജ്മെന്റും ചേർന്ന് എടുത്തിട്ടുള്ള ത്രികക്ഷി കരാറിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി വൈദ്യുത ബോർഡിന്റെ കടം ഞങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട് ഇനി സാമ്പത്തികമായിട്ട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം വേണം എന്ന് കുടില ബുദ്ധിയോടുകൂടി എഴുതി വയ്ക്കപ്പെട്ട ഈ ജ്യോതിലാൽ ഉൾപ്പെടെയുള്ള IAS പൊങ്കവന്മാരുടെ തീരുമാനം മാറ്റിമറിക്കുന്നതിന് വേണ്ടി ആ തീരുമാനം മാറ്റി യഥാകാലത്ത് ബോർഡിൽ നിലവിൽ നമ്മളുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന് ആനുപാതികമായി കേന്ദ്ര ഗവൺമെന്റ് DA പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് പ്രഷറെ ആശ്രയിക്കാതെ ഓട്ടോണമസ് ബോഡി എന്ന നിലയിൽ നമ്മുടെ ശമ്പളം നമ്മുടെ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് സ്വയംഭരണം അവകാശം സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മൾക്ക് DA അനുവദിക്കാനുള്ള അവകാശം ബോർഡിൽ തന്നെ വേണമെന്നും ആ പ്രകാരമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പഴയ വഴിയിൽ നിൽക്കണമെന്നുള്ളതാണ് നമ്മുടെ നിലവിൽ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആവശ്യം. ഏറ്റവും ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSEBയിലെ ശമ്പള പരിഷ്കരണ കരാർ 2016-ലെയും 2021-ലെയും ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് സാങ്കേതികമായി ഇപ്പോൾ നേരത്തെ വിനോദ് സാർ പറഞ്ഞ പോലെ ഇത് സാങ്കേതികമായിട്ട് ഈ കരാറിൽ ഒപ്പിട്ടത് ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്. ആ കരാർ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ തരുന്നത് സ്ഥാപനമാണ്. അതെല്ലാം അത് തന്നു കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു സാങ്കേതികമായിട്ട് ഇതിന് അനുമതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ വിസമ്മതിക്കുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്ന് പറയുന്ന അതിന്റെ കാറ്റഗറിയിൽ പെട്ടുകൊണ്ട് ഒരു തൊഴിലാളിക്ക് ന്യായമായിട്ട് കിട്ടേണ്ട ഒരു ആനുകൂല്യത്തെ തടഞ്ഞു വെച്ച് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ ഇത് നിങ്ങളുടെ ഇത് മുട്ടിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ തടസ്സം നിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു കുടിലബുദ്ധിയുടെ ഭാഗമാണ്. ആ കുടിലബുദ്ധി വരാനുള്ള ആവശ്യമായിട്ടുള്ള കാരണങ്ങളെല്ലാം സ്വാഗതപ്രസംഗനായിട്ടുള്ള രാധേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ വൈദ്യുത ബോർഡിൽ പുതിയ ഗവൺമെന്റ് പുതിയ മിനിസ്റ്റർ വന്നതിന് ശേഷം ഈ B അശോക് അടക്കമുള്ള CMDകൾ വന്നപ്പോൾ ഇതിനകത്തേക്ക് പർച്ചേസിലൂടെ അവർക്ക് കിട്ടാവുന്ന 120 കോടി 120 കോടിയല്ല നമ്മുടെ സ്മാർട്ട് മീറ്ററിന്റെ പദ്ധതി എന്ന് തന്നെ പറയുന്നത് 8400 കോടിയുടെ ഒരു പദ്ധതി സബ്സിഡി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തത് 12,000 കോടി രൂപയാണ്. അതിന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 1200 കോടി രൂപയുടെ ഏതൊരു നാട്ടുനടപ്പ് അനുസരിച്ചും ഒരു സാധനം വാങ്ങിയ 10% കമ്മീഷൻ കൊടുക്കുക. ഒരു മീറ്റർ 12,000 രൂപയാണെങ്കിൽ അതിന് 10% കമ്മീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 രൂപ കമ്മീഷൻ കിട്ടും. അപ്രകാരം ഈ പറയുന്ന 12,000 കോടിയുടെ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ 1200 കോടി രൂപ ഈ പറയുന്ന ഉദ്യോഗസ്ഥ ബന്ധങ്ങളിലോ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ സ്ഥാപനത്തിന്റെ ഗുണപരമായിട്ടുള്ള നടത്തിപ്പ് ഈ സ്ഥാപനം നശിച്ചു പോകാതിരിക്കാനുള്ള കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കാനുള്ള തൊഴിലാളികളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോയപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു കഴിയാണ്. അതുപോലെ തന്നെ അവരെടുക്കുന്ന ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധിയില്ലാത്ത ഏതൊരു തീരുമാനത്തെയും ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി സംഘടനകൾ ഓഫീസർമാർ ഒന്നടങ്കം എതിർത്തപ്പോൾ അതിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഒരു പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പറയുന്ന DA അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ വൈകിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാലം എത്ര തടഞ്ഞു വെക്കാൻ ശ്രമിച്ചാലും വൈകിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾ മറ്റ് സ്ഥാപനത്തിലെ തൊഴിലാളികളിൽ നിന്ന് വിഭിന്നമായി കൊടിയുടെ നിറം നോക്കാതെ തസ്തികയുടെ ഇത് നോക്കാതെ ഇത് നോക്കാതെ പെൻഷൻകാരെന്നോ കരാർ തൊഴിലാളികളെന്നോ ഓഫീസർമാരെന്നോ അല്ലെങ്കിൽ ജീവനക്കാരെന്നോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനോ നോക്കാതെ ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനും ഈ തൊഴിലാളികളുടെ നിലനിൽപ്പിനും ആവശ്യമായിട്ടുള്ള സമരത്തിന് ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് ആ സാഹചര്യത്തെ മറികടക്കാൻ ഇതുവരെ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 9 വിഷയങ്ങളാണ് നമ്മുടെ 2016-ലെ ശമ്പള പരിഷ്കരണ കരാറിന് അനുമതി നൽകുക, പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ളത് ചെയ്യുക, മൂന്നാമത്തെ നമ്മുടെ DA നമുക്ക് അനുവദിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ മാറ്റിയിട്ട് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവരിക, അതുപോലെ തന്നെ നിയമനങ്ങൾ നടത്തിയിട്ട് ബോർഡിലെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന 2019 അല്ലെങ്കിൽ 2018 2015 കാലഘട്ടങ്ങളിൽ 33,000 തൊഴിലാളികൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇന്ന് അതിനേക്കാൾ 8,000-9,000 തൊഴിലാളികൾ കുറയുകയും ഉപഭോക്താക്കളുടെ എണ്ണം വളരെ രീതിയിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് 1 മണിക്കൂർ പോലും വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ
അവരെ സംതൃപ്തരാക്കണമെങ്കിൽ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സേവനം നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ മാനേജ്മെന്റ് സ്വീകരിക്കാതെ നിലവിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് പകരം ജീവനക്കാരുടെ ഈ സ്ഥാപനത്തെ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ ഈ ആവശ്യമായിട്ടുള്ള സേവനം കൊടുക്കുന്നതിൽ പരാജയപ്പെടാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമം നടത്താനായിട്ട് അത് ശ്രമിക്കുക. അപ്പോൾ അതിനെതിരെ നമുക്ക് പുതിയ നിയമനങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ കരാർ തൊഴിലാളികളുണ്ട്, നമ്മുടെ ബോർഡിന്റെ ഭാഗമായി നിൽക്കുന്ന കരാർ തൊഴിലാളികളുണ്ട്. അവരും ഇന്ന് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. അവരില്ലെങ്കിൽ നമ്മൾക്കൊരു പ്രതിസന്ധി മറികടക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ന്യായമായിട്ടുള്ള കൂലികൾ, ന്യായമായ സമയത്തോട് ന്യായമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക, അവരുടെ തൊഴിൽ രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ അനുഭാവപൂർവ്വം പരിഗണിക്കുക. അവർ വളരെ മിനിമം ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അത് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ വക പ്രശ്നങ്ങളെല്ലാം തന്നെ കഴിഞ്ഞുണ്ടായപ്പോൾ ഫെബ്രുവരി മാസത്ത് നമ്മൾ സമരം ചെയ്തതിന്റെ ഭാഗമായി 18 ദിവസം തുടർച്ചയായി വൈദ്യുതിമാരുടെ മുന്നിൽ സമരം ചെയ്തതിന്റെ ഭാഗമായി ഗവൺമെന്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതിന്റെ ചർച്ചയുടെ ഒരു അടിസ്ഥാനത്തിൽ ഒരു സബ് കമ്മിറ്റി ബോർഡ് തല സബ് കമ്മിറ്റിയിൽ നമ്മുടെ ട്രേഡ് യൂണിയന്റെ ആൾക്കാരും അതുപോലെ തന്നെ വൈദ്യുതി ബോർഡിന്റെ നിർദ്ദേശിക്കപ്പെട്ടുള്ള റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ മാനേജ്മെന്റ് ആൾക്കാരും അടങ്ങുന്ന ഒരു കമ്മിറ്റി വെച്ചുകൊണ്ട് ഈ വക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശമുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം സജീവമാക്കുക, ഇത്തവണ 9 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സമരത്തിന്റെ കാര്യഘട്ടങ്ങളിൽ ഈ പറയുന്ന എന്താ പറയാ ശീതീകരിച്ച റൂമിനകത്തിരിക്കുന്ന IAS-കാരന് ഈ സ്ഥാപനം എങ്ങനെ നടക്കുന്നു, എങ്ങനെ നടക്കണം എന്നുള്ളതിന് യാതൊരു ബോധവുമില്ല. ഈ സ്ഥാപനം നിലനിന്നെങ്കിൽ മാത്രമേ ഇതിലുള്ള 25,000 വരുന്ന നിലവിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ ജീവനക്കാർ, അതോടൊപ്പം തന്നെ അതിന് ഏതാണ്ട് 40,000 വരുന്ന പെൻഷൻകാർ, അതുപോലെ തന്നെ ഫാമിലികൾക്കെല്ലാം തന്നെ ഈ ഒരു ഉപജീവന മാർഗമാണ് ഈ സ്ഥാപനം. ഈ സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിന്റെ അല്ലെങ്കിൽ പവർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കണ്ണിയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഏറ്റവും ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനം പൊതുമേഖലയിൽ നിലനിന്നെങ്കിൽ മാത്രമേ ഇത് നമ്മളുടെ സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള രീതിയിലേക്ക്, നമ്മുടെ സമൂഹത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് ഈ സ്ഥാപനത്തിലെ ജനങ്ങൾ ചൂഷണരഹിതമായിട്ട്, ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ ചൂഷണരഹിതമായി മെച്ചപ്പെട്ട ജീവിതം വഹിക്കുന്ന സാഹചര്യത്തിലേക്ക് കാണാൻ കഴിയുള്ളൂ. അപ്രകാരം ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കാതെ ഇത് സ്വകാര്യ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള, സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികൾക്ക്, എണ്ണത്തിൽ പറയുന്നതിന് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കനുസരിച്ച് വിൽക്കപ്പെടുന്ന രണ്ടാളും വാങ്ങിക്കുന്ന രണ്ടാളും ഉൾപ്പെടുന്ന ഈ കോക്കസിലേക്ക് ഈ സ്ഥാപനത്തിന് വിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിലേക്ക് അവർ നിയോഗിച്ചിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ സംരക്ഷിക്കണം, അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാലാകാലങ്ങളിൽ തൊഴിലാളികൾ അവരവരുടെ ആവശ്യങ്ങൾക്ക്, നമ്മൾ ഇതുവരെ പുതിയ ഒരു ഡിമാൻഡും ഇതിൽ വെച്ചിട്ടില്ല. നമ്മുടെ ശമ്പള പരിഷ്കരണം അതിന്റെ കരാറിന്റെ കാലാവധി കഴിഞ്ഞ് ഈ 3 വർഷമാകാൻ പോകുകയാണ് അല്ലേ. നമ്മൾ ഒരു ഡിമാൻഡോ അല്ലെങ്കിൽ പരിഷ്കരിക്കുന്ന വ്യക്തി വെച്ചിട്ടില്ല. നമ്മൾ അന്യായമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ 25,000-ഓളം ആൾക്കാരുടെ കുറവ് ഉണ്ടാകുമ്പോഴും ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ മികച്ച രീതിയിൽ ഇതിന്റെ ഏറ്റവും ഒരു തൊഴിലാളിക്ക് അല്ലെങ്കിൽ 10 പേർക്കുള്ള ബിരിയാണി 25 പേരെടുത്ത് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അനുസരിച്ച് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ജോലികൾ കുറച്ച് ആളുകളെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് വർക്ക് ലോഡ് കൂടും. അതൊന്നും നമ്മൾ ഈ സ്ഥാപനത്തെ അറിയിക്കാതെ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ആവശ്യമായ മെറ്റീരിയൽസ് തരാതെ, ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ തരാതെ നമ്മളെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ സ്വാഭാവികമായിട്ടുള്ള മന്ദിപ്പിലേക്ക് അല്ലെങ്കിൽ മന്ദീഭാവത്തിലേക്ക് തള്ളിയിടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കും. അവർക്ക് ഈ പറയുന്ന 6 മാസം കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ ട്രാൻസ്ഫർ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മാറിപ്പോയി അടുത്ത മേച്ചിൽപ്പുറങ്ങൾ അവർക്ക് ലഭ്യമാകാം. പക്ഷേ തൊഴിലാളികൾ എന്ന നിലയ്ക്ക്, പെൻഷൻകാർ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഇത് നമ്മുടെ ഏറ്റവും വലിയ ചോറ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം ഇതാണ്. ആ സ്ഥാപനം സംരക്ഷിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് നമ്മുടെ ഭാവിയുള്ളൂ, നമ്മുടെ ഇതിൻ്റെ ഉള്ളൂ. അപ്പോൾ അത് ഉത്തമ ബോധ്യം ഉൾക്കൊണ്ടിട്ടുള്ള ജീവനക്കാരാണ് ഈ സ്ഥാപനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നുള്ള സമരങ്ങൾക്ക് വിഭിന്നമായി നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്തും ചെറിയ കുത്തിത്തിരിപ്പുകൾ മുതലുണ്ട്. ഈ പറയുന്ന ഈ ഒരു ഒന്നിച്ച് കൈയടിച്ച് ഒന്നിച്ച് സംഘശക്തിയിൽ വിലപേശി വാങ്ങിക്കുന്നതിന് പകരം വിഘടിച്ച് നിന്നുകൊണ്ട് ഞാൻ എഞ്ചിനീയറാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന വിഭാഗക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ഈ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളല്ല എന്ന് വിഘടിച്ച് മാറി നിൽക്കുന്നതിന് പകരം
ഏതൊരു പ്രശ്നം വന്നാലും അത് അൾട്ടിമേറ്റായി ബാധിക്കപ്പെടുന്നത് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളെയാണ്, ആ തൊഴിലാളികളുടെ കുടുംബത്തെയാണ്. ആ തൊഴിലാളികളുടെ കുടുംബം മൂലം വരാൻ പോകുന്ന, അല്ലെങ്കിൽ അവരുടെ ഉന്നമനം മൂലം വരാൻ പോകുന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പുരോഗതിയാണെന്ന് മനസ്സിലാക്കാതെ ഇത് സ്വന്തം അവർ സമരം ചെയ്ത് നേടട്ടെ, അല്ലെങ്കിൽ അവർ ഇത് ചെയ്ത് നേടട്ടെ, അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ, അവർ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലം അത് എനിക്കും കൂടി കിട്ടുമല്ലോ. അതിനകത്ത് നാടൻ ഭാഷയിൽ വേറെ ഇതുണ്ട്, അത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്രകാരം പറഞ്ഞുകൊണ്ട് ഈ അധ്വാനിക്കാനായിട്ട് ഒരു വർഗത്തെയും അതിൻ്റെ ഫലം തട്ടിത്തിന്നാനായിട്ട് നിൽക്കുന്ന മറ്റൊരു വർഗമായി ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ഭാഗത്തേക്ക് നിൽക്കാതെ ഈ സമരത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാവും. നമ്മൾ വെച്ചിട്ടുള്ള ഈ 9 ഡിമാൻഡുകൾക്ക് അനുകൂലമായ സമീപനം ഈ 1-ാം തീയതി ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ, നമ്മൾ പറഞ്ഞ DA തന്നുകൊണ്ട് DA എന്നുള്ള അപ്പകഷ്ണം നമ്മുടെ വായിലേക്ക് ഇട്ടുകൊണ്ട് ഈ സമരത്തിന് ശക്തി കുറയ്ക്കാമെന്നുള്ള വ്യാമോഹം നമ്മളൊരു IAS ഉദ്യോഗസ്ഥനും വേണ്ട. ഈ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ വൈദ്യുതി ഭവൻ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങളല്ല ഒരു മാനേജ്മെന്റിന്റെ ഭാഗമായി മാനേജ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള കരാറിന്റെ നിയമപരമായിട്ടുള്ള അനുമതി വാങ്ങിയെടുക്കേണ്ടത് തൊഴിലാളി സംഘടനയോ തൊഴിലാളികളോ അല്ല, അത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ പുറകോട്ട് വന്നപ്പോൾ അതിൽ അവർ പരാജയപ്പെട്ടതിന്റെ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ പണി കൃത്യമായി ചെയ്യുന്നത്, തൊഴിലാളികൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള പണികൾ കൃത്യമായി ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റിന്റെ അർപ്പിതമായ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു സമരമുഖത്തേക്ക് തൊഴിലാളികൾ തള്ളിവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മന്ത്രി കഴിഞ്ഞ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 29-ാം തീയതി ഇന്നലെയാണ് ചർച്ചയ്ക്ക് ആദ്യം വിളിച്ചിരുന്നതെങ്കിലും അഡീഷണൽ ചീഫ് സെക്രട്ടറി പവർ പുനീത് കുമാർ IASന്റെ അസൗകര്യം മൂലം അത് 1-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ 1-ാം തീയതിയിലുള്ള ചർച്ചയിൽ ഈ പറയുന്ന നമ്മളുടെ സംഘടനയുടെ ശക്തമായ ഇടപെടലുകളുണ്ട്, സംഘടന പ്രതിനിധാനം ചെയ്യുന്ന CITUവിൻ്റെ ശക്തമായ ഇടപെടലുകളുണ്ട്, ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ ഇടപെടലുണ്ട്, സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ട്രേഡ് യൂണിയനുകളുടെ മറ്റുള്ളതിൻ്റെ എല്ലാം തന്നെ ശക്തമായിട്ടുള്ളതുണ്ട്. പൊതു ജനങ്ങളുടെ പോലും പിന്തുണ ഈ സമരത്തിനുണ്ട്. ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടും എന്നുള്ളതിനാണ് നമ്മുടെ വിശ്വാസം. അഥവാ അതിനെതിരായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അവകാശങ്ങൾക്ക് മാനേജ്മെന്റ് കാതോക്കാതെ വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള പണിമുടക്ക് നോട്ടീസ് അടക്കമാണ് നൽകി പണിമുടക്കിലേക്കുള്ള ഇത് സമരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്രകാരം പണിമുടക്കുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തൊഴിലാളികളെ മാനസികമായി സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈദ്യുത ഭവനിൻ്റെ 14 ദിവസത്തോളം ആരംഭിച്ചിരുന്ന സമരം ഇന്നലെ 2 ദിവസം മുൻപ് തൊട്ട് സെക്ഷൻ ഓഫീസുകളിലും ഉച്ചയ്ക്ക് ഡിവിഷൻ ഓഫീസുകളിലേക്ക് വേണ്ടി മാറ്റി വെച്ചത്. നമ്മൾ സമരം ചെയ്യാതെ നമുക്ക് നിർവാഹമില്ല. ആ സമരം ചെയ്യേണ്ടി വന്നാൽ നമ്മൾ പണിമുടക്കി തന്നെ സമരം ചെയ്യണം. പണിമുടക്കി സമരം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശമ്പളം ചിലപ്പോൾ നഷ്ടപ്പെട്ടാലും, പക്ഷേ ആത്യന്തികമായി ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുക, നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതിൽ താൽക്കാലികമായിട്ടുള്ള നഷ്ടങ്ങൾ നമ്മൾ തൊഴിലാളികൾ സഹിക്കാൻ തയ്യാറാകണമെന്നുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാഹളം കൂടിയാണ് ഈ പറയുന്ന ഡിവിഷൻ കേന്ദ്രങ്ങളിലും കാലത്ത് സെക്ഷൻ ഓഫീസുകളിലുള്ള ഇത്തരമുള്ളത്. ഈ സമര പരിപാടികളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതായിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഏവരെയും വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു.